എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുമ്പളങ്ങ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പച്ചടിയുടെ റെസിപ്പി ആയിട്ടാണ്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാനിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന കുമ്പളങ്ങ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എത്ര ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന അത്രയും തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താൽ കറി സൂപ്പറായിരിക്കും. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 3 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ്, അതുകൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാൻ വേവിക്കാൻ ആവശ്യത്തിന് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് സ്റ്റൗവിലേക്ക് മാറ്റാം. അതിനുശേഷം അടച്ചു വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. കുമ്പളങ്ങ കുക്കാകാൻ എടുക്കുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടുന്ന അരപ്പ് റെഡിയാക്കണം. അതിനു വേണ്ടി ഞാനിവിടെ തേങ്ങ ഒരു മിക്സി ജാറിലോട്ട് എടുത്തിട്ടുണ്ട്. 1 മുറി തേങ്ങയാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. തേങ്ങ ചിരകിയതാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ഞാനിവിടെ ഇതൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തൈര് ആഡ് ചെയ്യണം. ആവശ്യത്തിന് പുളിയുള്ള തൈരാണ് എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ. ഇനി നമുക്കിതൊന്ന് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഞാനിവിടെ തേങ്ങയും തൈരും ചേർത്തിട്ട് നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുമ്പളങ്ങ കുക്കായിട്ടുണ്ടോ എന്ന് നോക്കാം. അടുപ്പ് അങ്ങോട്ട് തുറന്ന് നോക്കാം. കുമ്പളങ്ങ ഓൾമോസ്റ്റ് കുക്കായി വന്നിട്ടുണ്ട്. എന്നാൽ ഇതിൽ വെള്ളം അധികം വന്നിട്ടുണ്ട്. നമുക്കൊന്ന് അതുകൂടെ വറ്റിച്ചെടുക്കാം. ഇനി അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. തുറന്നു വെച്ചിട്ട് തന്നെ വെള്ളം വറ്റിച്ചെടുത്താൽ മതി. വെള്ളം കംപ്ലീറ്റ് ആയിട്ട് വറ്റിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുമ്പളങ്ങ നല്ലപോലെ കുക്കായി വന്നിട്ടുമുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറാൻ വെക്കണം. അതിനുശേഷം മാത്രമേ നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർക്കാവൂ. നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങയും തൈരും ചേർത്ത് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇവിടെ. ഇനി നമുക്കിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ ചേർക്കാനുണ്ട്. ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് കടുക് ചതച്ചതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 1/2 ടീസ്പൂൺ കടുക് ചതച്ചത് ചേർത്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ എല്ലാം മിക്സ് ചെയ്തെടുക്കാം. ഇതൊരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യുമ്പോഴേക്കും നല്ലപോലെ സെറ്റായിട്ട് വരും. അരപ്പിൻ്റെ കളറൊക്കെ നല്ല യെല്ലോ കളറായിട്ട് തന്നെ കിട്ടും. സമ്മറിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ വെജിറ്റബിളാണ് കുമ്പളങ്ങ. നമ്മുടെ വെള്ളരിക്ക പോലെ തന്നെ ബെനിഫിഷ്യലാണ്. കുമ്പളങ്ങ കൊണ്ട് നമ്മുടെ ബോഡിക്ക് നല്ല കൂളിംഗ് എഫക്റ്റ് കിട്ടും. അതിൽ വാട്ടർ കണ്ടൻറ്റ് തന്നെയാണ് കാരണം. അങ്ങനെ നമ്മുടെ കുമ്പളങ്ങ പച്ചടി ഓർ കുമ്പളങ്ങ പേരയ്ക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും വേണം. താങ്ക്സ് ഫോർ വാച്ചിങ്.